ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് രാവിലെ 6:30-ക്കുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ അഭിസംബോധന കാത്തിരിക്കുകയായിരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് യുദ്ധം അവസാനിപ്പിക്കും എന്നുള്ളൊരു പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരുന്നത്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന അത്തരത്തിലുള്ളതായിരുന്നു. അടുത്ത 15 ദിവസത്തേക്ക് ഇറാനെ ആക്രമിക്കില്ല എന്നെല്ലാം പറഞ്ഞ ട്രംപ് ഇന്ന് രാവിലെ ഏകദേശം യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ലോകം കാത്തിരുന്നപ്പോഴാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇന്നത്തെ പ്രസ്താവന. അടുത്ത 2-3 ആഴ്ചയ്ക്കുള്ളിൽ ഇറാനെ ശിലായുഗത്തിലേക്ക് പറഞ്ഞയക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനയോടുകൂടി ഏകദേശം ഗൾഫ് നിഫ്റ്റി ഇന്നലെ രാത്രി 100 പോയിൻ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തെടുത്ത് US മാർക്കറ്റൊക്കെ നസ്ഡാക്ക് അടക്കം വലിയ പോസിറ്റീവായിട്ട് ഡൗ ജോൺസ് ഏകദേശം 400 പോയിൻറ്റിന് മുകളിൽ ക്ലോസ് ചെയ്തെടുത്താണ് ഈ ഒരു പ്രസ്താവനയോടുകൂടി ഏകദേശം യുദ്ധം അവസാനിക്കുന്നില്ല, വീണ്ടും യുദ്ധം തുടരും എന്ന് തന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നത് ഡൊണാൾഡ് ട്രംപ്. ഏകദേശം $97 ഇന്ന് രാവിലെ വ്യാപാരം തുടങ്ങിയ ക്രൂഡ് ഓയിൽ ഏകദേശം 3% മുകളിൽ ഏകദേശം 4% അടുപ്പിച്ച് ക്രൂഡ് ഓയിലിൻ്റെ വില ഏകദേശം $103 മുകളിൽ കുതിച്ച് ഉയർന്നിട്ടുണ്ട്. അപ്പം എന്ത് തന്നെയായാലും യുദ്ധം ഉടനെ ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഇറാന് മേലുള്ള വിജയത്തിനെ പ്രശംസിച്ചുകൊണ്ടാണ് ഇന്ന് ഡൊണാൾഡ് ട്രംപ് ആധികാരികമായിട്ട് അവരുടെ വിജയത്തിനെ എടുത്തു കാണിച്ചിട്ടുള്ളത്. ഇറാനെ തകർത്ത് തരിപ്പണമാക്കിയെന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ യുദ്ധം ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും 2-3 ആഴ്ച കൊണ്ട് എന്തായാലും തീരുമെന്ന് തോന്നുന്നില്ല. വലിയ നാശത്തിലോട്ട് തന്നെ ഇത് പോകാനാണ് സാധ്യത കൂടുതൽ. അപ്പം ഇന്ന് മാർക്കറ്റ് ഇപ്പം ഗൾഫ് നിഫ്റ്റി ഏകദേശം 500 പോയിൻ്റ് ഡൗൺ ആയിട്ട് ട്രേഡ് ചെയ്യുകയാണ്. ഈ ഒരു ഒറ്റ പ്രസ്താവനയോടുകൂടി ഇന്നലെ 100 പോയിൻറ്റിൽ ക്ലോസ് ചെയ്ത 100 പോയിൻ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്ത ഗൾഫ് നിഫ്റ്റി ഇന്ന് രാവിലെ ഫ്ലാറ്റായിട്ടാണ് ഓപ്പൺ ചെയ്തത്. ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ് മീറ്റോടുകൂടി ഏകദേശം 500 പോയിൻ്റ് അടുപ്പിച്ച് ഗൾഫ് നിഫ്റ്റി താഴോട്ട് പോയിട്ടുണ്ട്. നിഫ്റ്റിയിൽ വലിയൊരു ഗ്യാപ് ഡൗൺ പ്രതീക്ഷിക്കാം. ഏകദേശം 500 പോയിൻറ്റിന് മുകളിൽ ചിലപ്പോൾ മിക്കവാറും ഇന്ത്യൻ മാർക്കറ്റ് നിഫ്റ്റി ഓപ്പൺ ചെയ്യാൻ സാധ്യതയുണ്ട്. ഡൗൺ ട്രെൻഡ് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. 22,000-ലൊന്നും മാർക്കറ്റ് നിൽക്കുന്ന ലക്ഷണം കാണുന്നില്ല. 22,000 പൊട്ടിച്ചുകൊണ്ട് തന്നെ മാർക്കറ്റ് വരും ദിവസങ്ങളിൽ താഴോട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി കൂടിയാണ്. കൃത്യമായിട്ട് നോക്കി ട്രേഡ് ചെയ്യുക. വിക്സ് 25-ന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇന്നലെ. ഓപ്ഷൻ ബയേഴ്സ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കാരണം പ്രീമിയം ഭയങ്കര മെൽറ്റിംഗ് ആണ്. അറ്റ് ദ മണി പ്രീമിയമൊക്കെ ഹൈ പ്രീമിയത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. കൃത്യമായിട്ട് നോക്കിയിട്ട് ട്രേഡ് ചെയ്യുക. ബാക്കി അപ്ഡേഷൻസ് ചാർട്ട് അപ്ഡേഷൻസും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാകും. താങ്ക് യു.